നമസ്കാരം ചങ്ങായിമാരെ, ഇതൊരു ജോർജിയൻ യാത്രയിലെ ദൃശ്യങ്ങളാണ്. ബാക്കുറാനി എന്നാണ് ഈ ഒരു സ്ഥലത്തിന്റെ പേര്. നോർമലി ജോർജിയയിലെ ഒരു വിന്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി സമയമാണ്. നമ്മളാണെങ്കിൽ ഇത്തവണ ഇവിടെ വന്നപ്പോൾ വളരെ ലേറ്റ് ആയി പോയി. ഏകദേശം മാർച്ച്, ഏപ്രിൽ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിന്റർ ഒക്കെ തീരുന്ന ഒരു സമയമാണ്. അതായത് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ വിന്റർ ഒക്കെ തീർന്ന ഐസിന്റെ കട്ടകൾ അവിടെ ഇവിടെയൊക്കെ ആയി കുറച്ച് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാം. ഈ ഒരു കാണുന്ന സ്ഥലമാണ് ബൊർജോമി. ബൊർജോമി എന്ന് പറഞ്ഞാൽ ഈ ബാക്കുറാനിന്ന് ഒരു 10-20 മിനിറ്റുള്ള സ്ഥലമേ ഉള്ളൂ. അതായത് ഈ വിന്റർ സമയത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്, അതായത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വിന്ററൊക്കെ ഇവിടെ തീർന്നത് കൊണ്ട് ഇപ്പോൾ കണ്ട അതിൻ്റെ പച്ചപ്പായിട്ട് മാറി സമ്മറിലേക്ക് പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തുള്ളൊരു പഴയ ഒരു ചർച്ചാണിത്. ആ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഭയങ്കര ഒരു ആ പഴമയൊക്കെ കാണാൻ സാധിക്കും. കുറേ നേരം ഇവിടുത്തെ ചർച്ചും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ ഒരു ട്രക്കിംഗ്, അതായത് ഒരു ഓഫ് റോഡ് റൈഡിങ്ങിന് വേണ്ടി പോയി. നമ്മൾ നോർമലി യാത്ര ചെയ്ത വണ്ടി അവിടെ മാറ്റി വെച്ചൊരു ഓഫ് റോഡ് ടൈപ്പ് വണ്ടി, അതായത് ഒരു ജീപ്പ് പോലത്തെ ഒരു വണ്ടിയിലാണ് നമ്മൾ യാത്ര തുടരുന്നത്. പിന്നെ ഇതൊരു മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ. ജോർജിയൻ ഗ്രാമങ്ങളുടെ ഉള്ളിലൂടെ പോയി മലകൾക്ക് മുകളിലൂടെ യാത്ര ചെയ്ത് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ. അതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലൊരു സ്ഥലത്തെത്തും. കുറേ വെള്ളച്ചാട്ടവും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് കേട്ടോ. ഇവിടെ ഒരു ഡിസംബർ, ജാനുവരി ടൈമിൽ പോയി കഴിഞ്ഞാൽ മുഴുവനും വെള്ള നിറത്തിൽ, അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന അത്ഭുതകരമായ ഒരു സ്ഥലം തന്നെയാണിത്. നമ്മളിവിടെ വരുന്നതിൻ്റെ ഒരു മാസം മുന്നേ കംപ്ലീറ്റ്ലി സ്നോ ആയിരുന്നു. അതിൻ്റെ ഒരു ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആയി കാണുന്നത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്നോ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ജോർജിയൻ യാത്രയിലൊക്കെ പോകുമ്പോൾ ഈ ബൊർജോമി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു ഓഫ് റോഡ് റൈഡിങ് ഒരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയാണ് കേട്ടോ. അതും പോവുകയാണെങ്കിൽ വിന്റർ ടൈമിൽ തന്നെ പോകണം, എന്നാലേ ആ ഒരു ഫീലൊക്കെ കിട്ടുള്ളൂ. ആ ഒരു മലയുടെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സ്വർഗ്ഗതുല്യമായ സ്ഥലം. ആ ഒരു സ്ഥലമൊക്കെ കുറേ കറങ്ങിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് വിട്ടു. നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല തണുത്ത മഴ. നമ്മൾ കഴിഞ്ഞ തവണ പോയപ്പോൾ നല്ല സ്നോവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത്തവണ അതൊക്കെ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. ആ ഒരു വിഷമം മാറ്റാനാണ് തോന്നുന്നത്. അന്ന് രാത്രി ഭയങ്കര ഒരു ക്ലൈമറ്റ് ചേഞ്ചിങ്, ഒരു മൂടൽ മഞ്ഞും കാറ്റും മഴയും. രാവിലെ എഴുന്നേറ്റപ്പോൾ ഭയങ്കര തണുപ്പ്. പുറത്തേക്ക് നോക്കിയപ്പോൾ ആ മഞ്ഞ് പെയ്യാൻ തുടങ്ങി. മഞ്ഞിങ്ങനെ വന്ന് വീഴുന്നുണ്ട്. ഇത് നമ്മൾ ജോർജിയയിൽ താമസിക്കുന്ന റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് വേണമെങ്കിൽ 2 പേർക്ക് താഴെ മുകളിലായിട്ട് കിടക്കാം. പിന്നെ സെപ്പറേറ്റ് വേറൊരു ബെഡ് കയറിയുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഹാളിൽ നിന്ന്, അതായത് പുറത്തേക്ക് പോകുന്ന ആ വഴിയാണിത്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പം മൊത്തം മഞ്ഞുകൊണ്ട് മൂടി ആ ഒരു ഏരിയ മൊത്തം മാറി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാലായി. ഭയങ്കരമായിട്ടുള്ള സ്നോ ആണ് ഇവിടെ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയായിരുന്നു. അന്ന് സ്നോ ഫോളിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് ശേഷം നോക്കിയേ മൊത്തം മാറി, മൊത്തം വൈറ്റായി കേട്ടോ. ആ ഒരു ഒറ്റ ദിവസം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം സ്നോ ഫോളിങ്ങും ആ ഒരു വിന്റർ ടൈമായിരുന്നു. സത്യം പറഞ്ഞാൽ ആ സീസൺ കഴിഞ്ഞുകൊണ്ട് നമുക്ക് ആകെ വിഷമമായിരുന്നു. ആ ഒരു വിഷമമൊക്കെ മാറ്റിക്കൊണ്ട് ജോർജ് നമ്മളെ സ്നേഹം കൊണ്ട് മൂടി കേട്ടാ, മഞ്ഞ് കൊണ്ട് മൂടി. ബാക്കുറാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു രക്ഷയില്ലാത്ത വൈബിൽ മഞ്ഞങ്ങ് പെയ്യാൻ തുടങ്ങി. നമ്മുടെ ഫ്ലാറ്റിൻ്റെ എന്താ പറയുക അപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ താഴെയാണ് നിൽക്കുന്നത്. എന്താ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. നമ്മൾ പോകാനുള്ള വണ്ടികളൊക്കെ ഫുള്ള് മഞ്ഞ് കുളിച്ചിരിക്കുക. ആ ഒരു ഒറ്റ രാത്രി കൊണ്ടുണ്ടായ മാറ്റങ്ങൾ കണ്ട, ആ തലേദിവസം കണ്ടിനകത്ത് മൊത്തമായിട്ട് മാറി കംപ്ലീറ്റ് ആയിട്ട്